കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സീനിയർ താരം ഇതുപോലത്തെ ഒരു റോൾ വേറെ ആരും ചെയ്യൂല. ഇതാണ് മമ്മൂക്ക കോലമാസ്. രക്ഷയില്ല, ട്വിസ്റ്റ് ഒരു രക്ഷയില്ല, അന്യായ പടം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ക്ലൈമാക്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലൈമാക്സിൽ നിന്ന് വിട്ടിറങ്ങിയില്ല. അത്രയും വിഷയമാണ്. ഇത് മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യൻ ഇപ്പോൾ കത്തിക്കുകയാണ്, തിയേറ്ററിനകം കത്തിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു ലാഗ് തോന്നി. പക്ഷേ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു ഭയങ്കര അനുഭവമായി പോയി. ഇന്നും വരെ മലയാള സിനിമ കാണാത്തൊരു സാധനമാണ് ഇത്. കേരളക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരെ ലോകം ഏറ്റെടുക്കും. ഇത് കാലഘട്ടത്തിന്റെ സിനിമയാണ്. ഇന്ത്യാവിൻ മാബെറും നടികർ മമ്മൂക്ക, ഒരു തർക്കവും അക്കാര്യത്തിൽ. കിടിലായിട്ടുണ്ടായിരുന്നു, അലറി വിളിച്ച് എല്ലാവരും. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ആയിരുന്നു ബെറ്റർ. ഫസ്റ്റ് ഹാഫ് നല്ല ആകായിരുന്നു. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പടം കൊള്ളാം. ഒരു ലാസ്റ്റ് 25 മിനിറ്റാണ് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ട്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വൺ ടൈം വാച്ചബിൾ. സൂപ്പർ പടം. ഒരു രക്ഷയില്ല, ട്വിസ്റ്റ് ഒരു രക്ഷയില്ല, അന്യായ പടം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗംഭീരം, മമ്മൂട്ടി പൊളിച്ചടുക്കി. പടം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. മമ്മൂട്ടി ഡൂയിങ് സ്റ്റഫ്. കൊള്ളാം. ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് ആണ് കൊള്ളാം. ക്ലൈമാക്സിന് വേണ്ടി കാണാം. അടിപൊളി പടം, കിട്ടില്ല പടം. എൻ്റെ പൊന്നു ബ്രോ, ഞാൻ ഇപ്പോഴും ക്ലൈമാക്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലൈമാക്സിൽ നിന്ന് വിട്ടിറങ്ങിയില്ല. അത്രയും വിഷയമാണ്. ഇത് മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യൻ. മമ്മൂക്ക ഭയങ്കരം. ക്ലൈമാക്സ് ഔട്ട് ഓഫ് ദ മൈൻഡാണ്. നമ്മളിപ്പോഴും അതിലിങ്ങനെ നിൽക്കുകയാണ്. ക്ലൈമാക്സിൽ പടമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് ആണല്ലോ എല്ലാം. കത്തിക്കുകയാണ്, തിയേറ്ററിനകം കത്തിക്കുകയാണ്. നൈസ് പടം. ടെക്നീക്സ് എന്തായാലും ഇപ്പം എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം സീനായിട്ടുണ്ട്. ക്ലൈമാക്സ് സാധനമുണ്ട്, ഇത് കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. പടം കൊള്ളാം, അടിപൊളി. പടം അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി കുറച്ച് സ്ലോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് പിക്കപ്പായി. ആ സിനിമയുടെ ടോൺ അങ്ങ് മാറി, ഭയങ്കര ഹൈപ്പായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല പോയത്. ക്ലൈമാക്സ് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. റിയലി എൻജോയ്ഡ്. കൊള്ളാം, നല്ല അടിപൊളി. ഒരു നല്ലൊരു പടമാണ്. ന്യൂ ഡെന്നിസിൻ്റെ ഡയറക്ഷൻ, പിന്നെ മമ്മൂട്ടിയുടെ ആക്ടിങ് പീക്ക് ലെവലാണ്, നെക്സ്റ്റ് ലെവലാണ് ഇത് പടം. ഇട്ടിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. വലിയ ഹൈപ്പൊന്നുമില്ല, എന്നാലും നല്ല പടം കാണണം. തീർച്ചയായിട്ടും. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു ലാഗ് തോന്നി. പക്ഷേ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു ഭയങ്കര അനുഭവമായി പോയി. ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ഇറങ്ങി വരാം. അമ്മാതിരി സാധനം, ഹെവി സാധനം. ഇന്നും വരെ മലയാള സിനിമ കാണാത്തൊരു സാധനമാണ് ഇത്. കേരളക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരെ ലോകം ഏറ്റെടുക്കും. ഇത് കാലഘട്ടത്തിന്റെ സിനിമയാണ്. ഇന്ത്യാവിൻ മാബെറും നടികർ മമ്മൂക്ക, ഒരു തർക്കവും അക്കാര്യത്തിൽ. നല്ല പടം. ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്, നല്ല പടമാണ്. മമ്മൂട്ടിയുടെ 100 കോടി അടിക്കുന്നത്. അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ അഭിനയം എസ്പെഷ്യലി ഒന്നും പറയാനില്ല. അവസാനത്തെ 30 മിനിറ്റ്സ് മാസീവായിരുന്നു. ഒരു രക്ഷയില്ല. അവസാനത്തെ അരമണിക്കൂർ കൊണ്ട് കിടിലാക്കി. മമ്മൂക്ക വേറെ ലെവല്, ഒരു രക്ഷയില്ല. കിടിലം പടം. ലാസ്റ്റ് ലുക്കുണ്ട്. ആ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു സീനിയർ താരം ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു റോൾ വേറെ ആരും ചെയ്യൂല. ഇതാണ് മമ്മൂക്ക കോലമാസ്. തൂക്കിയാടി, ഓടിച്ചിട്ടാടി എല്ലാം. എന്തും പറയാൻ വേറെ നമുക്ക് എന്തൊക്കെ വാക്കുകളൊന്നുമില്ല. ക്ലാഷ് ആയാലും എന്തായാലും നമ്മൾ തൂക്കി അടിച്ച് എല്ലാവരെയും തൂക്കി അടിക്കും. ഒരു സംശയമില്ല. എന്തൊക്കെ ഉണ്ട്, ആരൊക്കെ വന്നാലും പറഞ്ഞിട്ട് ആടി തൂക്കിയാടി. ലാസ്റ്റ് 15 മിനിറ്റ് എടുത്ത് ആടിയോടാടിയാണ്. നല്ല സിനിമ. വൈബ് സിനിമയിൽ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, തകർത്തളായിരുന്നു. മമ്മൂക്ക ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ ട്വിസ്റ്റ് ആയിരുന്നു. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെയല്ല. ക്ലൈമാക്സ് വന്നപ്പം കഥ അങ്ങോട്ട് മാറി, വില്ലനായി. ഒരു രക്ഷയില്ല. ഉണ്ടായിരുന്നു, കിടിലായിട്ടുണ്ടായിരുന്നു, അലറി വിളിച്ച് എല്ലാവരും. വൈബായിരുന്നു.